മക്കളെ, ഞാൻ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളോ എൻ്റെ സ്വഭാവങ്ങളോ കണ്ട് അതുപോലെ പകരരുത് നിങ്ങൾ. കാരണം എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഗുരുക്കന്മാർ അതുപോലെ അവരെ പൂർണ്ണമായി പകർന്നെടുക്കുക എന്നുള്ളതാണ്. അല്ല, അപ്പോഴും ഞാൻ പറയാം, യഥാർത്ഥമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയും? യഥാർത്ഥമെന്ന് നിങ്ങൾക്ക് ആ ഷഹാദത്ത് കലിമയും അദൃശ്യതയിൽ നിന്ന് അള്ളാഹു ഈശ്വരൻ ദൃശ്യമായി ആദ്യ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിലൂടെ ജ്യോതി മുളച്ച് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനാരീശ്വരനായ ശിവനായും അശ്വതു അല്ല ഇലാഹായും ദൃശ്യമായി പ്രപഞ്ചമായി ദൃശ്യമായി ആ പ്രകാശത്തിലൂടെ. എന്നിട്ട് ആ ശിവനും ഇലാഹും പ്രപഞ്ചമായ ദൈവത്തിൻ്റെ വിശാലമായ ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ആ ശിവന്റെയും ഇലാഹിൻ്റെയും ചെറുരൂപത്തിൽ ശിവൻ അവതരിച്ചുള്ള ആ ഇലാഹ് അവതരിച്ച അല്ലെങ്കിൽ ഇലാഹ് ഇല്ലല്ലയായി വന്ന മുഹമ്മദ് റസൂലുള്ളയായി വന്നത് ആ അദൃശ്യനായ അള്ളാഹുവാണ് പ്രകാശത്തിലൂടെ ഇലാഹും ശിവനും ഇല്ലല്ലയായി വന്നത് എന്ന് കാണിച്ച് അറിയിച്ച് നിങ്ങൾക്ക് ബോധ്യമായ ഫിറ്റായാൽ, നിങ്ങൾ അതിൽ ചിന്തിച്ച് ബോധ്യമായാൽ മാത്രം അത് സ്വീകരിക്കാം. ഇവിടെ ആരുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് പ്രപഞ്ചത്തെയും സകലമാനത്തെയും സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ച് ദൃശ്യനായ അള്ളാഹു ദൃശ്യമായി സകലമാനമായി മനുഷ്യനുമായി വെളിവായി വന്ന് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരുന്ന ഒരു ഗുരു ആരുണ്ട്? അറിയില്ല, ആരായിട്ടുമില്ല. അവിടെ ദിക്കറുകളെ തരിക അല്ലേ? അപ്പോൾ ദിക്കറിലൂടെ നമുക്ക് അവർക്കും അറിയില്ല. ദിക്കറിലൂടെ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഫ്ളലായ ദിക്കർ, പ്രധാനപ്പെട്ട വചനം അല്ലേ, ദൈവിക വചനം, അഫ്ളലായ ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞ് നടന്നോളാന്നാ പറയാം ഭൂരിപക്ഷം ആളുകൾ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിക്കാം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞ് നടക്കാനാ പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും? നമ്മൾക്ക് നമ്മുടെ മാതാവുണ്ട്, പിതാവുണ്ട്, ഏട്ടന്മാരുണ്ട്, അമ്മാവന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, രാഘവനുണ്ട്, മുഹമ്മദുണ്ട്, യേശു ഉണ്ട്, ഇങ്ങനെ അനവധി മനുഷ്യരുണ്ട്. കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, ജന്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പ്രപഞ്ചമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ അള്ളാഹു അല്ലാതെ ഒന്നും ഇല്ല എന്ന് പറയാൻ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും സാധാരണക്കാരന്? വിശ്വസിക്കാൻ കഴിയില്ല. വെറുതെ വിശ്വസിക്കലാണോ? അതുകൊണ്ടാണ് ഞാൻ ഗുരുക്കന്മാരും ഞാനായാലും പറഞ്ഞാൽ അത് വിശ്വസിക്കുകയല്ല വേണ്ടത്. അതിൽ ചിന്തിച്ച് അതെങ്ങനെ എന്ത് എന്ന് കണ്ട് അറിഞ്ഞ് ചിന്തിച്ച് ബോധ്യമായത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രപഞ്ചമുണ്ട്, ഗോളങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സസ്യങ്ങളുണ്ട്, ജന്തുമിത്രാദികളുണ്ട്, പലവിധം മനുഷ്യരുണ്ട് പലവിധം. പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം അങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ മണ്ടനായി മാറും അല്ലേ? അതുകൊണ്ടാണ് ഈ യുക്തിവാദികൾ പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ ഇതെല്ലാം അള്ളാഹു അല്ലാതെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ വെറുതെ വിശ്വസിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞ മണ്ടത്തരല്ലേ? ആയിരിക്കാം. അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ
എൻ്റെ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കണം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുക. പക്ഷേ എൻ്റെ മനസ്സ് ചോദിക്കുന്നു, എങ്ങനെ ഇതെല്ലാം അള്ളാഹു ആവും? ഇതെല്ലാം അള്ളാഹു എങ്ങനെ ഇതെല്ലാം അള്ളാഹു എന്നൊന്ന് ബോധ്യപ്പെടുത്തി തരുമോ? എങ്ങനെ ഇത് അദൃശ്യനായ അള്ളാഹു എങ്ങനെ ഇതെല്ലാമായി ദൃശ്യമായി വന്നു എന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാൻ കഴിയണം. ആർക്ക്? ഒരു ശിഷ്യന് ഗുരുവോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, ബാബ അത് എങ്ങനെ സാധ്യമാകും, അത് എങ്ങനെ, അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതോ ഒന്ന് എങ്ങനെ അദൃശ്യയിൽ നിന്ന് ഇതെല്ലാമായി വന്നു ദൈവം എന്ന് ഒന്ന് രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരുമോ എന്ന് ചോദിക്കണം ബാബനോട്. മറ്റുള്ള ഗുരുക്കന്മാരോട് ചോദിക്കണോ നിങ്ങൾ? അപ്പോൾ മറ്റുള്ള ഗുരുക്കന്മാരായാലും ഞാനായാലും അതിനെ നിങ്ങൾക്ക് അദൃശ്യതയിൽ നിന്ന് അദൃശ്യനായ ഈശ്വരൻ ദൈവം അല്ലാഹു എങ്ങനെ ദൃശ്യമായി സകലമാനം മനുഷ്യനുമായി വെളിവായി വന്നു നിലകൊള്ളുന്നു എന്ന് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് ബോധ്യമാക്കി തരണം. അപ്പോഴേ നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ, യാഥാർത്ഥ്യത്തെ അറിയുള്ളൂ. നിങ്ങളെ മനസ്സും ചിന്തയും അതിൽ ഒട്ടിപ്പിടിച്ച് അതായി തീരാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇല്ലാത്തത് എന്തോ അന്ധമായി നിങ്ങളെ മനസ്സിനെ സ്വീകരിക്കാൻ പറ്റാത്തത്, വിശ്വസിക്കാനും പറ്റാത്ത സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റാണ്. നമ്മൾ വിശ്വാസികളാണെന്ന് എല്ലാവരും പറയും. ഞാൻ ഇസ്ലാം വിശ്വാസിയാണ്, ഞാൻ ഹിന്ദു വിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ഇന്ന മതവിശ്വാസിയാണ്, ഞാൻ ബാബയിൽ വിശ്വസിച്ചിരിക്കുന്നവനാണ്, കലിക്കൽ ബാബയിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വിശ്വാസം എന്ന് പറഞ്ഞത് സംശയമാണ്, ഉറപ്പില്ലാത്തതാണ്. ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ കണ്ട് അറിഞ്ഞ് അത് എങ്ങനെ എന്നുള്ള ബോധ്യത ഒന്നൊക്കെയാണെങ്കിൽ അവിടെ പിന്നെ വിശ്വാസമില്ല, ബോധ്യതയാണ്. കണ്ടറിഞ്ഞ് ബോധ്യമായതാണ്. ദൃഢമായി ബോധോദയം സിദ്ധിക്കുക എന്ന് പറഞ്ഞതാ. ബോധ്യമായി ഇന്നമാരി വന്നു എന്ന് കണ്ടറിഞ്ഞ് ബോധ്യമായാൽ അതാണ് ബോധോദയം സിദ്ധിക്കുക എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ദൈവ സാക്ഷാത്കാരമായി തീരുന്നത്. നിങ്ങൾ യാഥാർത്ഥമായി അള്ളാഹുവായി ഈശ്വരനായി ആ ദൈവമാണെന്ന് ബോധ്യത അദൃശ്യയിൽ നിന്ന് പ്രകാശമായും സകലമായും ആ പ്രകാശം തന്നെ ബീജമായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പിതാവിൻ്റെ ബീജം മാതാവിൻ്റെ ഗർഭത്തിൽ ചെന്ന് ആ മാതാപിതാക്കളിലൂടെ ഞാൻ രൂപപ്പെട്ട പോലെ അദൃശ്യനായ ഈശ്വരൻ അല്ലാഹു ആദ്യ പ്രകാശമായി ഒരു വിത്ത് എന്ന പോലെ അല്ല ബീജം എന്ന പോലെ ആദ്യ പ്രകാശമായും ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാതകങ്ങളായി വ്യാപിച്ചുകൊണ്ട് അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായ എല്ലാ ഗോള അവയവങ്ങളും ചേർന്ന ഒരു ശരീരം എന്ന പോലെ അദൃശ്യതയിൽ നിന്ന് അദൃശ്യനായ ദൈവം ഈ എല്ലാ ഗോള അവയവങ്ങളും ചേർന്ന ഒരു സ്വരൂപമായി ദൈവസ്വരൂപത്തെയാണ് അർദ്ധനരീശ്വരനായ ശിവനെന്നും ഇലാഹ എന്നും ശാസ്ത്രം പ്രപഞ്ചമെന്നും പറയുന്നത്. അപ്പോൾ ഈ ദൈവസ്വരൂപത്തെ ഇനി ഒന്നും കൂടെ പറയാം. ഈ ദൈവസ്വരൂപം എല്ലാ ഗോള അവയവങ്ങളും ചേർന്ന അതിനെന്ത് നമ്മൾ പറയും? ബ്രഹ്മാണ്ടം എന്ന് പറയും. ബ്രഹ്മാണ്ടം എന്ന് പറയും. അതാണ് ബ്രഹ്മാവ്. അപ്പൊ ഞാൻ പറഞ്ഞ യഥാർത്ഥത്തെ മനസ്സിലാക്കിയാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈ ബ്രഹ്മാണ്ടമാണ്. ഞാൻ അഹം ബ്രഹ്മാണ്ടമാണ്. ഞാൻ ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ഗോളാവയവങ്ങളും ചേർന്ന ശരീരമായി പ്രപഞ്ചമാണ്. ആ ബ്രഹ്മാണ്ടമയാണ്. അതാണ് ബ്രഹ്മാവ്. അതാണ് ബ്രാഹ്മണൻ. ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ ആർക്കെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിമാണ് അല്ലെ മറ്റേതാണ് മറിച്ചാണ് ഒന്നും പറയണ്ട. നിങ്ങൾ
ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ബ്രഹ്മാവാണ്, ഞാൻ പ്രപഞ്ചം എന്ന ബ്രഹ്മാണ്ടമാണ്. പൂർണ്ണമായ ആ പ്രകാശമായ ഞാൻ ഈ പ്രപഞ്ചമായി, ഈ ബ്രഹ്മാണ്ടമായി, ബ്രഹ്മാവായി, അർദ്ധനരീശ്വരനും ഇലാഹുമായി. അതിനെ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് എൻ്റെ ആ ബ്രാഹ്മണനായ ഈ ബ്രാഹ്മണന്മാരെല്ലാം ഇതാണോ അങ്ങനാണോ? ഗീത പറയുന്നത് ബ്രാഹ്മണനിൽ നിന്ന് ജന്മം കൊണ്ടത് കൊണ്ട് ബ്രാഹ്മണനാവില്ല എന്ന്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞ് ബോധ്യമായി ആ ബ്രഹ്മാണ്ടമായി തീർന്ന ബ്രാഹ്മണനാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മാണ്ടമാണ്, അഹം ബ്രഹ്മാസ്മി. അതുപോലെ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഞാൻ ആ ബ്രഹ്മാവാണ്, ആ ബ്രഹ്മാണ്ടമാണ്, ആ ദൈവത്തിൻ്റെ വിശാലമായ സ്വരൂപമാണ് ഞാനാണ് ബ്രാഹ്മണൻ. അത്തരക്കാരായ ആണ് ബ്രാഹ്മണൻ. അല്ലാത്ത ബ്രാഹ്മണനല്ല, ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ല. അവൻ്റെ ആ വിശാലമായ ആ യഥാർത്ഥത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച്, അപ്പം ബ്രാഹ്മണൻ ശിവനാണ്, അർദ്ധനാരീശ്വരനായ ശിവനാണ്. ബ്രാഹ്മണൻ ലാ ഇലാഹ ഇല്ലല്ലയായവനാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവ് ഏതാ? അർദ്ധനാരീശ്വരനായ ശിവനും ലാ ഇലാഹുമാണ്, പ്രപഞ്ച സ്വരൂപമാണ് മാതാവും പിതാവും. ആ പ്രപഞ്ച സ്വരൂപമായ മാതാപിതാക്കളിൽ നിന്ന് പിറന്ന ദൈവപുത്രനാണ് ഞാൻ എന്ന് യേശു പറഞ്ഞത്. അതാണ് ഉപനിഷത്തിൽ അർദ്ധനാരീശ്വരനായ ശിവ അവതാരമാണ് നാം എണ്ണം. ബ്രഹ്മാവ് വേറല്ല, ശിവൻ വേറല്ല, കൃഷ്ണൻ വേറല്ല, മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലയിൽ വേറല്ല, നിങ്ങളും ഞാനും വേറല്ല. എല്ലാവരും അറിഞ്ഞുയർന്ന എല്ലാവരും ആ ഏകമാണ്. അതാണ് ഏകം സത്ത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ല ഒരാൾ ഉറപ്പിച്ചാലേ അവന് ഇസ്ലാം ആവുന്നുള്ളൂ. അവൻ അള്ളാഹുവായി, അള്ളാഹുവിൻ്റെ ആ ബ്രഹ്മാണ്ടമായി, ആ ശിവനും ഇലാഹും എന്ന് പറഞ്ഞ പ്രപഞ്ചനാഥൻ, പ്രപഞ്ച സ്വരൂപനായി, പ്രപഞ്ച സ്വരൂപമായ ദൈവിക സ്വരൂപമായ അവൻ. അല്ലെങ്കിൽ അവൻ അതൊന്നല്ല. അവൻ അജ്ഞനും അന്ധകാരത്തിലും പെട്ട പിശാചായി മാറും. വിശ്വാസം കൊണ്ട് കാര്യമില്ല, യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് ഉയർന്നതായിത്തീരണം. അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വിശ്വസിച്ചത് കൊണ്ട് എന്തോ മണ്ടത്തരം വിശ്വസിച്ച് നടക്കാൻ നിങ്ങൾക്ക് അറിയില്ല, ബോധ്യമായിട്ടില്ല, നിങ്ങളെ ഗുരുക്കന്മാർക്കും അറിയില്ല എന്താണ് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയല്ല വേണ്ടത്. എന്താണ് ദൈവം, അള്ളാഹു എങ്ങനെയാണ് സകലമാനും മനുഷ്യനും അദൃശ്യമായി വന്നതെന്ന്, അദൃശ്യതയിൽ നിന്ന് ആ പ്രകാശത്തിലൂടെ ദൃശ്യമാക്കി സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ചു തരണം. ഞാൻ അദൃശ്യമായ ആ പരമാത്മാവാണ്, പ്രകാശമായി ഇതെല്ലാമായി രൂപാന്തരപ്പെട്ടതാ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സ്വരൂപത്തിൽ ദൃശ്യമായി വന്നിരിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് ബോധ്യമായി അവൻ ദൃഢമായി, അതാണ് ബോധോദയം സിദ്ധിച്ചു എന്ന് പറഞ്ഞു. ബോധോദയം, ബോധം ഉദിച്ചു, ഉദയം സിദ്ധിച്ചു, ഞാൻ ദൈവമാണെന്ന, ഈ സകലമാന പ്രപഞ്ച ബ്രഹ്മാണ്ടമാണെന്ന ആ യാഥാർത്ഥ്യമാണെന്ന ബോധ്യമായി അവൻ സാക്ഷാൽ ദൈവമായി ദൈവസാക്ഷാത്കാരം പ്രാപിച്ചു. ഇവനെ കിട്ടണം. അതാണ് നിങ്ങൾ പറഞ്ഞത്, ഇവനെ കിട്ടണം. നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചെന്ന് നിങ്ങൾക്ക് ബോധ്യമായി, അദൃശ്യനായ ദൈവം എങ്ങനെ എല്ലാമായി ഞാൻ ദൃശ്യമായി വന്നത് ദൈവമാണ് ഞാൻ എന്നുള്ള ബോധ്യമായി, അതാണ് ബോധോദയം സിദ്ധിച്ച് ദൈവ സാക്ഷാത്കാരം പ്രാപിക്കണം. അതാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും മുഹമ്മദും ഗുരുനാനാക്കും ബുദ്ധനും എന്നുപോലെ അതുപോലെയുള്ള എല്ലാവരും, മീരാനുപ്പാപ്പയും ഞാനും മുഹിയുദ്ദീനും അജ്മീർ ഖാജായും അഹമ്മദ് കബീറും ഇതുപോലുള്ള അനവധി പേരുകളുണ്ട്. അതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളും രാമകൃഷ്ണ പരമഹംസവും ഇവരൊക്കെ ആ തരത്തിൽപ്പെട്ട. ഇവർ വേറെ അല്ല, ആ കൃഷ്ണനും രാമനും മുഹമ്മദും യേശുവും എന്ന് പറഞ്ഞ പോലെ അവരെല്ലാവരും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വേറെ അല്ല. ഇത് ആ
ദൈവസാക്ഷാത്കാരം പ്രാപിച്ച കണ്ടറിഞ്ഞ് ബോധ്യമായി ഈ ബ്രഹ്മാണ്ടമാണ് ഞാൻ, ബ്രാഹ്മണനാണ് ഞാൻ, ബ്രഹ്മാവാണ് ഞാൻ എന്ന യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യമായ അവൻ അതായാൽ അവനാണ് യാഥാർത്ഥ്യം. ഇതായിത്തീരണം. അല്ലാതെ ലായിലായില്ലെന്ന് ചൊല്ലി നടന്നാലോ, അല്ലെങ്കിൽ വേറെ ദിക്ർ ചൊല്ലി നടന്നാലോ, അല്ലെ കൃഷ്ണ 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 എന്നോ രാമ 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 ശിവ 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 എന്ന് പറഞ്ഞാലോ നിങ്ങളൊന്നും അറിയാത്ത എന്തോ പൊട്ടനാണ്. എന്തോ വചനം പറഞ്ഞ ഉരുവിട്ട് അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ദൈവം എന്താണ്, എങ്ങനെയാണ് ദൈവം എന്ന് ചോദിച്ചാൽ വ്യക്തമാക്കി സൃഷ്ടിച്ചുണ്ടാക്കി തരാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഗുരുക്കന്മാർക്കും കഴിയില്ല. അതുകൊണ്ട് യാഥാർത്ഥമായി തീർന്ന ബോധോദയം സിദ്ധിച്ച ആ ബ്രഹ്മാണ്ടമായി തീർന്ന ബ്രാഹ്മണനായ ആ ശിവനും ഇലാഹുമായി ഇല്ലല്ലയും ശിവാവതാരയും വന്ന ആ ദൈവത്തെ, ആ ഈശ്വരനെ, ആ അള്ളാഹുവിനെ കണ്ടെത്തണം നിങ്ങൾ. എന്നിട്ട് അവരിൽ നിന്ന് അതെല്ലാം കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ബോധ്യമായി ആ യാഥാർത്ഥ്യമായി തീരണം. അല്ലാതെ വിശ്വാസമല്ല വേണ്ടത്.